1992 ഡിസംബർ 6 പള്ളി പൊളിക്കും എന്ന് RSS ഹിന്ദുത്വ ശക്തികൾ ലോകത്തോട് പ്രഖ്യാപിച്ചതാണ്. RSSന്റെ രാഷ്ട്രീയ ഇംഗിതമനുസരിച്ച് UP സംസ്ഥാന സർക്കാർ കർഷകർക്ക് സഹായം ചെയ്തു കൊടുക്കും, പള്ളി പൊളിക്കാൻ കൂട്ടുനിൽക്കും. ഇന്ന് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം ഇളക്കി വിട്ടത് ബാബറി മസ്ജിദ് പ്രശ്നത്തിലൂടെയാണ്, മസ്ജിദ് തകർക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളിലൂടെയാണ്. രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ഒരു ഗതിക്കിടയിലാണ് ഹിന്ദുത്വവാദികൾ പള്ളിക്കകത്ത് രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ കൊണ്ടുപോയി സ്ഥാപിച്ചത്. രാമനും സീതയും ഒന്നും പള്ളിക്കകത്ത് സ്വയംഭാവില്ല. അത് ഹിന്ദു വർഗീയവാദികൾ, ഹിന്ദു മഹാസഭക്കാർ അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് അതിക്രമിച്ച് സ്ഥാപിച്ച ഈ വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയുടെ ഒഴുക്കിലേക്ക് എറിയണമെന്നാണ് ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ 33ാം വാർഷികം. അയോധ്യയിൽ 464 വർഷക്കാലം ഫൈസാബാദിലെയും അയോധ്യയിലെയും മുസ്ലിങ്ങളായ ജനങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോകുന്ന പള്ളിയാണ് 1992 ഡിസംബർ 6 ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മൗന പിന്തുണയോടെയും ഒത്താശയോടെയും സംഘപരിവാർ ശക്തികൾ തകർത്ത് കളഞ്ഞത്. RSS നേതൃത്വത്തിൽ രൂപം കൊണ്ട കർസേവക സംഘമാണ്, കാവിപ്പടയാണ് 1992 ഡിസംബർ 6 അയോധ്യയിലേക്ക് ചെന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ച് ബാബറി മസ്ജിദിൻ്റെ 3 കുംഭഗോപുരങ്ങളും ലോകം നോക്കി നിൽക്കെ ചരിത്രത്തിൽ മറ്റൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ആരാധനാലയത്തിന് നേരെ വിധ്വംസകമായ കടന്നാക്രമണം, അതിൻ്റെ പതനത്തിലേക്ക് എത്തുന്നതുവരെയുള്ള ആക്രമണം നടത്തിയത്. 1992 ഡിസംബർ 6 പള്ളി പൊളിക്കും എന്ന് RSS ഹിന്ദുത്വ ശക്തികൾ ലോകത്തോട് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതി അന്ന് രാജ്യം ഭരിച്ചിരുന്ന നരസിംഹറാവു സർക്കാരിനോട് പള്ളി പൊളിക്കാനായി അയോധ്യയിലേക്ക് വരുന്ന കർഷകരെ ഫൈസാബാദ് ഡിസ്ട്രിക്റ്റിലേക്ക് പോലും പ്രവേശിക്കരുത്, അവരെ തടയണമെന്നാവശ്യപ്പെട്ടതാണ്. ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളടങ്ങുന്ന ദേശീയ ഉദ്ഘാടന സമിതി നരസിംഹറാവുവിനോട് പറഞ്ഞത് ബാബറി മസ്ജിദിൻ്റെ 3 കുംഭഗോപുരങ്ങളും സംരക്ഷിക്കുക എന്നത് ഇന്ത്യൻ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതാണ്. മതാത്മകമായ നിലപാടുകൾ എന്തുകൊണ്ട് അപരമത സമൂഹങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ തകർക്കൽ ഭീഷണി ഉയർത്തിയിരിക്കുന്ന ഹിന്ദുത്വ ശക്തികളെ തടയണം. അതിന് നരസിംഹറാവുവിന് ഏതറ്റം വരെയും പോകാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, BJP ഒഴികെയുള്ള കക്ഷികൾ ക്ലീൻ ചീറ്റ് നൽകിയതാണ്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയും ദേശീയ ഉദ്ഘാടന സമിതിയുമൊക്കെ പള്ളി സംരക്ഷിക്കണം, കർഷകരെ അങ്ങോട്ട് കടത്തിവിടരുത് എന്ന് പറഞ്ഞത്? UP അന്ന് ഭരിച്ചിരുന്നത് BJP സർക്കാരാണ്. അവിടെ കല്യാൺ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ RSSന്റെ രാഷ്ട്രീയ ഇംഗിതമനുസരിച്ച് UP സംസ്ഥാന സർക്കാർ കർഷകർക്ക് സഹായം ചെയ്തു കൊടുക്കും, പള്ളി പൊളിക്കാൻ കൂട്ടുനിൽക്കും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് ദേശീയ ഉദ്ഘാടന സമിതിയും സുപ്രീം കോടതിയും ആവർത്തിച്ചാവശ്യപ്പെട്ടത്, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പള്ളി സംരക്ഷിക്കണം. പക്ഷേ നരസിംഹറാവു സർക്കാർ പള്ളി സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് തകർച്ചയെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ബാബറി മസ്ജിദിൻ്റെ തകർച്ച ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സാമുദായിക ധ്രുവീകരണത്തിൻ്റെ തീരങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം ഇളക്കി വിട്ടത് ബാബറി മസ്ജിദ് പ്രശ്നത്തിലൂടെയാണ്, മസ്ജിദ് തകർക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളിലൂടെയാണ്. അതുവഴിയാണ് രാജ്യത്ത് മതവിദ്വേഷത്തിൻ്റെ, വിഭജനത്തിൻ്റെ, വർഗീയ കലാപങ്ങളുടെ ഒരു ഘോഷയാത്ര ആരംഭിച്ചത്. അപ്പോൾ ഈ രാജ്യത്ത് ബാബറി മസ്ജിദ് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ
മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സർക്കാർ സംഘപരിവാറിൻ്റെ ഇംഗിതങ്ങൾക്ക് മൗനം കൊണ്ട് കൂട്ടുനിന്നു. അതാണ് നരസിംഹറാവു 92 കോൺഗ്രസ് സർക്കാർ ചെയ്തത്. ഇത് ബാബറി മസ്ജിദിൻ്റെ ചരിത്രത്തോളം വേരുകളുള്ള കാര്യമാണ്. 1949 സ്വതന്ത്ര ഇന്ത്യയിൽ ബാബറി മസ്ജിദിനകത്തേക്ക് രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ RSSകാർ, ഹിന്ദു മഹാസഭക്കാർ അതിക്രമിച്ച് കടന്ന് സ്ഥാപിക്കുന്നത് ഗാന്ധി വധം മൂലം RSS രാജ്യത്ത് ഒറ്റപ്പെട്ടു. രാജ്യത്തിൻ്റെ ദേശീയ നേതൃത്വമാകെ RSSനെ തള്ളിപ്പറഞ്ഞു നിരോധിച്ചു. അത്തരമൊരു ചരിത്ര സന്ദർഭത്തിലാണ് ഡിസംബർ 22 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ അയോധ്യയിൽ നടന്ന രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ഒരു ഗതിക്കിടയിലാണ് ഹിന്ദുത്വവാദികൾ പള്ളിക്കകത്ത് രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ കൊണ്ടുപോയി സ്ഥാപിച്ചത്. എന്നിട്ട് രാമനും സീതയും പള്ളിക്കകത്ത് സ്വയംഭൂവായി എന്ന് പ്രചരിപ്പിച്ചത്. ഈ വിവരമറിഞ്ഞ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, സെക്കുലറായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്നത്തെ UP സർക്കാരിനോട് പറഞ്ഞത് രാമനും സീതയും ഒന്നും പള്ളിക്കകത്ത് സ്വയംഭാവില്ല, അത് ഹിന്ദു വർഗീയവാദികൾ, ഹിന്ദു മഹാസഭക്കാർ അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് അതിക്രമിച്ച് സ്ഥാപിച്ച ഈ വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയുടെ ഒഴുക്കിലേക്ക് എറിയണമെന്നാണ് മഹാനായ ജവഹർലാൽ നെഹ്റു അന്നത്തെ UP മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിനോട്, കോൺഗ്രസ് നേതാവായ ഗോവിന്ദ് വല്ലഭ് പന്തിനോട് ആവശ്യപ്പെട്ടത്. പക്ഷെ പന്ത് അത് കേട്ടില്ല. മലയാളി കൂടിയായിട്ടുള്ള അന്നത്തെ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കലക്ടർ, ഹിന്ദുത്വവാദിയായിട്ടുള്ള KK നായരുടെ സഹായത്തോടു കൂടി പള്ളിക്കകത്ത് സ്ഥാപിച്ച വിഗ്രഹങ്ങൾ അവിടെ തന്നെ വെച്ച് അത് രണ്ടു കൂട്ടർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ തർക്കഭൂമിയാക്കി അടച്ചിടുകയാണ് ചെയ്തത്. പിന്നീട് 1980കളിൽ ഹിന്ദുത്വവാദികൾ തങ്ങളുടെ പുനരുത്ഥാന രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം തിളപ്പിച്ചു കൊണ്ടുവന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാമായണം സീരിയൽ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് രാമനെ വാൽമീകിയുടെ ഉത്തമ നരനായ ഒരു കഥാപാത്രം എന്നതിനപ്പുറത്ത് രാമൻ ക്ഷാത്രവീര്യമുള്ള യുദ്ധവീരനായ, ദേശീയ പുരുഷനായ, ചരിത്ര പുരുഷനായ ഒരു രാമനായി രാമാനന്ദ സാഗറിൻ്റെ രാമായണം സീരിയൽ അവതരിപ്പിച്ചു. ആ സീരിയൽ ഈ രാജ്യത്തെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ ജനങ്ങളെ കാണിപ്പിച്ചത് 1984 മിസ്റ്റർ രാജീവ് ഗാന്ധിയുടെ സർക്കാരാണ്. അതിൻ്റെ തുടർച്ചയിലാണ് 1986 ബാബറി മസ്ജിദ് പൂട്ടിയിട്ട, 49 പൂട്ടിയിട്ട ബാബറി മസ്ജിദ് ഫൈസാബാദിലെ ഒരു കോടതി വിധിയെ നിമിത്തമാക്കി രാജീവ് ഗാന്ധിയുടെ കേന്ദ്ര സർക്കാരും UPയിലെ ND തിവാരി ഗവൺമെൻറ് ചേർന്ന് ഹിന്ദുത്വവാദികൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്തത്. അതിൻ്റെ തന്നെ തുടർച്ചയിലാണ് 1989 ബാബറി മസ്ജിദിൻ്റെ 3 കുംഭഗോപുരങ്ങളും ഉയർന്നു നിൽക്കുന്ന സ്ഥാനം, ആ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ശിലാന്യാസം നടത്താൻ ഹിന്ദുത്വവാദികൾക്ക് അനുമതി കൊടുത്തത്. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ ചരിത്രം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ ഭരണകൂടം ചെയ്തു കൊടുത്ത ഒത്താശയുടെ കൂടി ചരിത്രമാണ്. ഇപ്പോൾ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥാനത്ത് മസ്ജിദ് പണിയുമെന്ന് പ്രഖ്യാപിച്ച റാവുവിൻ്റെ പാർട്ടി എവിടെയുമില്ല. 92 പള്ളി ഡിസംബർ 6 തകർന്നു എന്ന് വന്നപ്പോൾ തലകുനിച്ചിരുന്ന ആളാണ് മിസ്റ്റർ നരസിംഹറാവു. നരസിംഹറാവു മൗനം ഭഞ്ജിക്കണം, പുറത്തു വരണം, ജനങ്ങളോട് ഉത്തരം പറയണം, പള്ളി പൊളിച്ചതിന് പരിഹാരമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ, CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, അതുപോലെ തന്നെ CPMLൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് ദീപാങ്കുർ ഭട്ടാചാര്യ തുടങ്ങിയ നേതാക്കൾ അന്ന് പ്രൈം മിനിസ്റ്ററുടെ ഭവനത്തിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിനെ തുടർന്നാണ് നരസിംഹറാവു പുറത്തു വരുന്നത്. പുറത്തു വന്ന അദ്ദേഹം ലോകത്തോട്, മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? പള്ളി പൊളിച്ച സ്ഥലത്ത് തന്നെ പള്ളി പണിതു കൊടുക്കും. പക്ഷേ ഈ 33 വർഷം ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം നമ്മുടെ രാജ്യം പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ചരിത്രപ്രസിദ്ധമായ 464 വർഷക്കാലം അയോധ്യയിലെ ഫൈസാബാദിലെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ച ആ പള്ളി നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രമാണ്. അതിന് ജുഡീഷ്യറിയെപ്പോലും കാവിപ്പടക്ക് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയും. 2019 നവംബർ 9-ാം തീയതിയാണ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം സുന്നി വഖഫ് ബോർഡിൻ്റെതാണെങ്കിലും 2.77 ഏക്കർ സ്ഥലം സുന്നി വഖഫ് ബോർഡിൻ്റെതാണ്. പക്ഷെ അത് ഉടമസ്ഥ സുന്നി വഖഫ് ബോർഡിനാണെങ്കിലും ജനങ്ങളുടെ വിശ്വാസം അവിടെയാണ് രാമൻ ജനിച്ചതെന്നാണ്. വിശ്വാസത്തെ നീതിക്ക് പകരം വെച്ചു.
വിശ്വാസത്തെ നിയമപരമായ വസ്തുനിഷ്ഠമായ തീർപ്പിന് പകരം വെച്ചു. അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ നീതിന്യായ വ്യവസ്ഥ കൂടി ചേർന്നുകൊണ്ടാണ് ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥാനത്ത് ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നു വന്നിരിക്കുന്നത്. അതേ കോടതി വിധിയിൽ രഞ്ജൻ ഗൊഗോയി എഴുതി വെച്ചത് എന്താണ്? നഷ്ടപരിഹാരമായി മുസ്ലിങ്ങൾക്ക് അയോധ്യയിൽ തന്നെ പള്ളി പണിയാൻ സ്ഥലം എടുത്തു കൊടുക്കണമെന്ന്. കേന്ദ്ര സർക്കാരോ UP ഭരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരോ ആ ക്ഷേത്രം പണിതു ഒരു വർഷം പിന്നിട്ടു. പക്ഷേ എന്താണ്, പള്ളി പണിയാനുള്ള ഒരു സംവിധാനവും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അങ്ങേയറ്റം പക്ഷപാതപരമായ, ഭൂരിപക്ഷ മതാനുകൂലമായ ഒരു ഭരണകൂടം ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെയും ആരാധനാലയങ്ങളെയും തകർക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാസിസം ഉണ്ടാക്കിയിരിക്കുന്നത്. ബാബരി മസ്ജിദിന് പുറത്ത് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം, മധുരയിലെ ശ്രീകൃഷ്ണം, ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനോട് തൊട്ടുകിടക്കുന്ന ഗ്യാംബാബി മസ്ജിദും ഈദ്ഗാഹ് മൈതാനിയും ഒക്കെ തന്നെ പിടിച്ചെടുക്കാനുള്ള ആരാധനാലയ തർക്കങ്ങളുടെ ഒരു കുരിശുയുദ്ധത്തിലേക്ക് ഇന്ത്യൻ സമൂഹത്തെയാകെ എടുത്തെറിയുന്ന നിലപാടാണ് ഹിന്ദുത്വവാദികൾക്കുള്ളത്. അത്തരമൊരു സന്ദർഭത്തിലാണ് നമ്മൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാതകം, സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ മതനിരപേക്ഷതയോട്, ജനാധിപത്യത്തോട്, ന്യൂനപക്ഷങ്ങളോട് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ഹിന്ദുത്വവാദികൾ കാണിച്ച ഏറ്റവും വലിയ ഒരു പാതകത്തിൻ്റെ, ഒരു മഹാപാതകത്തിൻ്റെ ഈ 33-ാം വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്.